ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണെന്ന് ഒരുപക്ഷെ ഈ പുതിയ തലമുറയ്ക്ക് അറിയുന്നുണ്ടാവില്ല, പഴയ തലമുറയ്ക്ക് അറിയാമായിരിക്കും. ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് രാജ്യസമാചാരം എന്ന പത്രമാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയത്. 1847 ജൂൺ മാസത്തിൽ തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്നൊരു വിദേശിയാണ് ഈ മലയാളം ദ്വൈവാരിക, ഈ 2 ആഴ്ച കൂടുമ്പോൾ ഇറങ്ങുന്ന പത്രമായിരുന്നു രാജ്യസമാചാരം. ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. അത് കഴിഞ്ഞ് 1847 പശ്ചിമോദയം എന്ന് പറഞ്ഞ ഒരു പത്രം കൂടെ ഈ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തന്നെ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അതിൽ ആദ്യത്തേതിൽ രാജ്യസമാചാരത്തിൽ വരുന്നത് എന്താ വെച്ചാൽ എഡ്യൂക്കേഷനും ക്രിസ്ത്യൻ മിഷണറി വർക്ക്സിനെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു ആ പത്രത്തിലുണ്ടായിരുന്നത്. രണ്ടാമത്തെ പത്രം എന്ന് പറയുന്നത് പശ്ചിമോദയം, അതിൽ ഹിസ്റ്ററി, ജിയോഗ്രഫി, സയൻസ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ജർമ്മൻകാരനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ് മലയാളത്തിൽ ആദ്യമായിട്ട് പത്രം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന പല പത്രങ്ങളും വന്നത്. രാജ്യസമാചാരം 1847 ജൂണിലും പശ്ചിമോദയം എന്ന് പറയുന്ന പത്രം 1847 ഒക്ടോബറിലുമാണ് ഇവിടെ നിലവിൽ വരുന്നത്. ഇത് പുതിയ തലമുറയ്ക്ക് ഒരു അറിവായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.